എന്താണ് ഹിസ്റ്റോസ്കോപ്പി? ഹിസ്റ്റോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത് ഗർഭാശയ മുഖത്തിൽ അഥവാ സെർവിക്സിൽ കൂടെ യൂട്രസിന്റെ ഉള്ളിലേക്ക് കടത്തി യൂട്രസിന്റെ അകഭാഗം കാണുന്ന ഒരു പ്രൊസീജിയറാണ് ഹിസ്റ്റോസ്കോപ്പി. 3-4 കണ്ടീഷൻസിലാണ് നമ്മൾ ഹിസ്റ്റോസ്കോപ്പി ചെയ്യാറ്. ആദ്യമായിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് അഥവാ വന്ധ്യതാ ചികിത്സ എടുക്കുന്നവർക്ക്, കുറെ നാളായി മരുന്നുകളും ഇഞ്ചക്ഷനുകളും എടുത്തതിന് ശേഷം പ്രഗ്നന്റ് ആകാത്തവർക്ക് നമ്മൾ യൂട്രസിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒട്ടിപ്പെടുത്തുവോ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് കാണാനായിട്ട് ഹിസ്റ്റോസ്കോപ്പി ചെയ്യാറുണ്ട്. അഥവാ IVF പോകുന്ന ദമ്പതികൾക്കും IVF മുമ്പായിട്ട് സ്ത്രീക്കും ഹിസ്റ്റോസ്കോപ്പി ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് സ്കാനിങ്ങിൽ യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലെ ഭിത്തിയിൽ എന്തെങ്കിലും പോളിപ്പോ ചെറിയൊരു ഫൈബ്രോയിഡോ അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്താൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റീവ് ഹിസ്റ്റോസ്കോപ്പി ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സാധാരണയായി മെനോപോസ് ആയ സ്ത്രീകൾ ബ്ലീഡിംഗ് ഉണ്ടായാൽ അല്ലെങ്കിൽ 45 കഴിഞ്ഞ് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായാൽ യൂട്രസിന്റെ ഉള്ളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയാൻ അതിൽ നിന്ന് കണ്ട് അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിൽ നിന്നൊരു ബയോപ്സി എടുക്കാനും ഹിസ്റ്റോസ്കോപ്പി ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് 2-3 തവണയായിട്ട് അബോർഷൻ ആയി കഴിഞ്ഞ ഒരു സ്ത്രീയിൽ യൂട്രസിന്റെ ഉള്ളിൽ എന്തെങ്കിലും സെപ്റ്റമോ അഥവാ അറയോ അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ടും നമ്മൾ ഹിസ്റ്റോസ്കോപ്പി ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിസ്റ്റോസ്കോപ്പിയിൽ കൂടെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ്. അണ്ടർ അനസ്തീഷ്യ ചെയ്യുന്നതാണ്. രാവിലെ വന്ന് നമുക്ക് വൈകുന്നേരം പോവുകയും ചെയ്യാം.